കുഞ്ഞുങ്ങൾക്കൊപ്പം പുൽക്കൂടൊരുക്കാം എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഡിസംബർ 8. കുടുംബങ്ങൾ വിശ്വാസ മേഖലയിൽ വിശുദ്ധീകരിക്കപ്പെടുന്നതിനായി ഇന്ന് നമുക്കൊരുങ്ങാം. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഹെബ്രായർ 11:6. വിശുദ്ധയായ മദർ തെരേസ തൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: എൻ്റെ അമ്മയാണ് വിശ്വാസ ജീവിതത്തിൽ എന്നെ വഴി നടത്തിയത്. അമ്മയുടെ മടിത്തട്ടാണ് എൻ്റെ പ്രാഥമിക വിദ്യാലയം. ദൈവസ്നേഹത്തെക്കുറിച്ചും പരസ്നേഹത്തെക്കുറിച്ചും വിശ്വാസ ജീവിതത്തെക്കുറിച്ചും എനിക്ക് പകർന്നു തന്ന അമ്മയുടെ ഓർമ്മകൾ എന്നും എന്നിൽ നിലനിൽക്കുന്നു. വിശുദ്ധയായ മദർ തെരേസയുടെ അമ്മ ഒഴിവ് കിട്ടുമ്പോഴെല്ലാം ആരോരുമില്ലാത്ത രോഗികളെയും അവഗണിക്കപ്പെട്ട വൃദ്ധരെയും അവരുടെ ഭവനങ്ങളിൽ ചെന്ന് ശുശ്രൂഷിക്കുക പതിവായിരുന്നു. ഒഴിവുള്ള ദിവസങ്ങളിലെല്ലാം എല്ലാ മക്കളെയും കൂട്ടി ആ അമ്മ രോഗികളെ ശുശ്രൂഷിക്കാൻ പോകുമായിരുന്നു. ഈ അമ്മയുടെ മകൾ ലോകമറിയപ്പെടുന്ന, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധയായിരുന്ന, ദൈവത്തിൻ്റെ കരുണയുടെ മുഖം ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു വിശുദ്ധയായി തീർന്നു എന്നതിൽ ഒരത്ഭുതവുമില്ല. വിശുദ്ധയായ കൊച്ചു ത്രേസ്യ തൻ്റെ അപ്പനെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധേയമാണ്. ഒരു വിശുദ്ധൻ ദേവാലയത്തിൽ എങ്ങനെ പെരുമാറുന്നു എന്ന് കാണണമെങ്കിൽ എൻ്റെ അപ്പനെ നോക്കിയാൽ മതി. ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ പോകുന്നതും ദിവ്യകാരുണ്യ സ്വീകരണ ശേഷം ആരാധനയിൽ ലയിച്ചിരിക്കുന്നതും അതിനുശേഷം പ്രസംഗത്തിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ കൂടെ കൂടെ ഓർമ്മിപ്പിക്കുന്നതും ദിവ്യബലിക്ക് ശേഷം ഭവനത്തിലെത്തുവോളം വഴിയരികിൽ കാണുന്ന യാചകരെയും വേദനിക്കുന്നവരെയൊക്കെ ആശ്വസിപ്പിക്കുവാൻ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും അവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ഒക്കെ വിശുദ്ധ കൊച്ചു ത്രേസ്യ തൻ്റെ ഓർമ്മയുടെ ചെപ്പിൽ എപ്പോഴും സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകുന്ന പോരായ്മകളല്ലേ കുഞ്ഞുങ്ങളിൽ കാണുന്നത്? സഭയെക്കുറിച്ചും സന്യസ്തരെക്കുറിച്ചും വൈദികരെക്കുറിച്ചും ഒക്കെ മോശമായി കുഞ്ഞുങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നവരല്ലേ നമ്മൾ? ദൈവ സ്നേഹത്തെക്കുറിച്ചും ദൈവവിശ്വാസത്തെക്കുറിച്ചും പറയേണ്ട നമ്മുടെ നാവുകൾ ദൈവത്തിൽ നിന്ന് എത്രയോ അകലെയാണ്. ഇത്തരം ചിന്താഗതികളും സംസാര രീതികളും ഉപേക്ഷിക്കണ്ടേ? ദൈവത്തിന് നിരക്കാത്ത ഒരു വാക്കുകളും ഒരു സംസാരവും ഒരു തീരുമാനവും നമ്മുടെ ഭവനങ്ങളിൽ ഇല്ലാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് 8-ാം ദിനത്തിൽ തിരുത്തപ്പെടേണ്ട മേഖലയായി നാം പ്രാർത്ഥിച്ചൊരുങ്ങുന്നത് അനുസരണക്കേടാണ്. അനുസരിക്കുന്നത് കൊണ്ട് ഒരു നഷ്ടവും നമുക്ക് വരാനില്ല. ദൈവത്തിൻ്റെ ഹിതത്തിന് എപ്പോഴും ആമേൻ പറയുക. പരസ്പരം ഭാര്യയും ഭർത്താവും കുടുംബാംഗങ്ങളും അനുസരിക്കുക. സർവോപരി ദൈവത്തെ അനുസരിക്കുക. ഇത് കണ്ടല്ലേ മക്കൾ വളരേണ്ടത്. ഇന്ന് നാം അഭ്യസിക്കേണ്ട പുണ്യം വിധേയത്വം. മാതൃകാപരമായ മാതാപിതാക്കളുടെ വിധേയത്വം മക്കൾ കണ്ടു പഠിക്കുകയാണെങ്കിൽ അവരിൽ ആലോചനാശീലം വളരും. പരസ്പരം ആലോചിക്കാൻ, പരസ്പരം ആശയങ്ങൾ പറയാൻ, അവരുടേതായ അഭിപ്രായങ്ങൾ പറയാൻ എല്ലാവർക്കും അവസരം കൊടുക്കുക. അതോടൊപ്പം പരസ്പരം വിധേയപ്പെടാനും ശ്രമിക്കുക. ഹെബ്രായർ 10:23. നമ്മോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഉറപ്പിക്കുന്നതിൽ സ്ഥിരതയുള്ളവരായിരിക്കാം. സ്നേഹത്തിൽ ജീവിക്കുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നതിനും എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്നതിനും എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പര്യാലോചിക്കാം. ഈ ക്രിസ്മസ് ദിനങ്ങൾ അനുഗ്രഹീതമാകാൻ കുഞ്ഞുങ്ങളോടൊപ്പം ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും
സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉണ്ണീശോയെ, അനുസരണക്കേടിൽ നിന്ന് വിധേയത്വ സ്വഭാവത്തിലേക്ക് വളരാൻ ഞങ്ങളെ സഹായിക്കണമേ.